താരം. പണ്ട് കാട്ടിൽ വളർന്നിരുന്ന ഒരു സാധാരണ മരമായിരുന്നു ഇത്. ദക്ഷിണ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നാണ് കൊക്കോയുടെ യാത്രയുടെ തുടക്കം. ഈ കാട്ടുമരം ചില്ലറക്കാരനല്ലെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മായൻ വിഭാഗത്തിൽപ്പെട്ട മെക്സിക്കൻ ആദിവാസികളാണ്. കൊക്കോക്കുരുവിൽ നിന്ന് ഒരു പാനീയമാണ് ആദ്യം അവരുണ്ടാക്കിയത്. ആസ്റ്റക് എന്ന ഗോത്രക്കാർ കൊക്കോക്കുരു പൊടിച്ചുണ്ടാക്കിയ പാനീയത്തെക്കുറിച്ച് കൊളംബസിന്റെ യാത്രാ വിവരണത്തിൽ പറയുന്നതായി സൂചനയുണ്ട്. പണ്ട് ദൈവം പ്രത്യേകം കണ്ടെത്തിയ ഒരു മരമായിരുന്നു കൊക്കോ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അടിമത്തം ഉണ്ടായിരുന്ന കാലത്ത് ഒരടിമയ്ക്ക് 1000 കൊക്കോക്കുരു വിലയായി നിശ്ചയിച്ചിരുന്നു എന്നും പറയുന്നു. 1657 ലണ്ടനിൽ ആദ്യത്തെ ചോക്ലേറ്റ് ഹൗസ് പ്രവർത്തനം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിലെങ്ങും കൊക്കോ വ്യാപിച്ചു. എല്ലാ മാസവും കാ ഉണ്ടാകുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കുരു മുളപ്പിച്ച തൈകളും ബഡ് തൈകളും കൊക്കോ വളർത്തുന്നതിന് ഉപയോഗിക്കാറുണ്ട്. പാവത്താനാണ്, അധികം കെയറൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കണ്ടല്ലോ.